അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പൊറുതിമുട്ടുകയാണ് മലപ്പുറം നെടുവ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ആശുപത്രി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് പൂട്ടിക്കിടക്കുന്നു. സ്ത്രീകളുടെ വാർഡിലെ ശുചിമുറിയും ശോച്യാവസ്ഥയിലാണ്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. ആശുപത്രിയുടെ ഭൂരിഭാഗം സൗകര്യങ്ങളും പഴക്കം ചെന്നവയാണ്. പെയിന്റ് പൊളിഞ്ഞ ചുമരുകളും തകർന്ന നിലവുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇതാണ് നെടുവ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ കിടത്തുന്നത് ആസ്ബറ്റോസ് ഷീറ്റിനടിയിൽ. OPയിലെത്തുന്ന രോഗികൾക്ക് മതിയായ ഇരിപ്പിടമില്ല. ലാബ് സൗകര്യവും ആവശ്യത്തിനില്ല. ഇഞ്ചക്ഷൻ റൂം ചോർച്ച തടയാൻ മുകളിൽ ടാർപ്പായ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. സ്ത്രീകളുടെ വാർഡിലെ ശുചിമുറിയുടെ കാര്യമാണെങ്കിൽ പറയേണ്ടതുമില്ല. ചികിത്സക്കെത്തുന്നവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകളും ഇവിടെയില്ല. ബിൽഡിങ്ങിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം പറഞ്ഞിട്ട് മറ്റേ DMO ഒക്കെ എല്ലാവരും നാട്ടുകാരും ഇവിടുത്തെ ഹോസ്പിറ്റൽ യൂണിയന് എല്ലാവരും പാർട്ടിക്കാരും നിവേദനം കൊടുത്തിട്ട് അവരിതുവരെ അതിന് തിരിഞ്ഞു നോക്കിയില്ല. ഈ ഹോസ്പിറ്റൽ പറഞ്ഞാൽ വരെ അനാഥമായിട്ടുള്ള ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരു രോഗിനെ ചികിത്സിക്കാനോ രാത്രിയിലെ ഡോക്ടർമാരോ ഒന്നുമില്ല. ആദ്യം കണ്ടമാനം ഡോക്ടർമാരുണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇല്ല. ആരും വരാ എന്ന് പറയാന്നല്ലാണ്ട് ഇന്ന് വരെ ഒരു കുട്ടി ഇവിടേക്ക് വന്നിട്ടില്ല. വാട്ടർ ടാങ്ക് അതാ പൊളിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് നിൽക്കണം. എത്ര കാലമായി നല്ല രീതിയിൽ പ്രസവം കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിരുന്നതാണ്. ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടാകും, ഒരു മുറി കെട്ടണമെന്നുണ്ടാകും, നേരെ തിരങ്ങാടിക്ക് എഴുത്തു കൊടുക്കും. അമ്മ ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്, അവിടേക്ക് എഴുത്ത് കൊടുത്തിട്ട് വിടുന്ന സ്ഥലമാണിത്. പണ്ടത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കുറഞ്ഞു വരുവാ. പൊട്ടിപ്പൊളിഞ്ഞാണ്. എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. AC റൂമിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതൊന്നും തുറക്കണില്ല. നിരവധി തവണ നാട്ടുകാരും ആശുപത്രി അധികൃതരും ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള അധികാരികളോട് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. ആശുപത്രി വികസനത്തിന് ഫണ്ട് ലഭിക്കാത്തതാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം. പൊട്ടിയ മതിലും പൂട്ടിയ വാർഡുകളും ആശുപത്രി എത്തുന്ന രോഗികൾക്ക് പ്രതീക്ഷയേക്കാൾ വിഷമമാണ് ഉണ്ടാക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.